ഹലോ ഗൈസ്, ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടൈം എടുത്തിട്ടില്ലെങ്കിലും വോയിസ് ഓവർ കൊടുക്കാൻ അത്യാവശ്യം നല്ലോണം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ടൈം കൊണ്ട് എന്തൊക്കെ ചെയ്യാമായിരുന്നു ഞാൻ തന്നെ ആലോചിച്ച് പോയി. കാരണം ഒരു 1.5 മണിക്കൂർ ഞാനിതിന് വോയിസ് ഓവർ കൊടുത്തിരുന്നു. അതും 5 മിനിറ്റിൻ്റെ വീഡിയോക്ക് ഞാനൊരു 1.5 മണിക്കൂറാണ് ഞാൻ ഇരുന്ന് കളഞ്ഞത്. അപ്പോൾ ഇതൊരു രാവിലത്തെ വ്ളോഗാണ്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. എൻ്റെ നേരത്തെ എന്ന് പറഞ്ഞാൽ 7 മണിക്കാണ്. കാരണം ഞാൻ സാധാരണ 8-8:30 ആകുമ്പോഴാണ് എണീക്കാറുള്ളത്. സോ ഞാൻ ഇന്ന് ഉമ്മാനോട് പറഞ്ഞത് 6 മണിക്കാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളും ഉണ്ട്. നമ്മൾ 7 മണിക്കാണ് കേട്ടോ എണീറ്റത്. അപ്പം തന്നെ ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ട് പഠിക്കാനിരുന്നു. കുറച്ച് കഴിഞ്ഞൊക്കെ ഉമ്മാൻ്റെ വക ചായയൊക്കെ കൊണ്ടുവന്നു. ഞാൻ അത് കുടിച്ചിട്ട് ഇടയ്ക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന വീഡിയോ ഞാനൊരു 1 ഹവറിൻ്റെ വീഡിയോയാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് എഡിറ്റ് ചെയ്ത് ഞാനിങ്ങനെ ആക്കിയതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ രാവിലെ ഇരുന്നിട്ട് മാത്സ് നല്ലോണം ഒന്ന് വായിച്ചതിന് ശേഷം നോട്ടത്തെ പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് PYQs ചെയ്ത് നോക്കണം. ബാക്കി എന്നിട്ട് ഞാൻ ഡെഫിനിഷൻസ് മാത്രം ഞാനൊരു ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കും. എല്ലാ ചാപ്റ്ററിൻ്റെയും കൂടി ഒരു ഡയറിയിലാണ് ഞാൻ എഴുതാറുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വായിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ചാൽ മതിയാവും. കാരണം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാതും അണ്ടർലൈൻ ചെയ്തിട്ടും ഹൈലൈറ്റ് ചെയ്തിട്ടും ഹെഡിങ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഭയങ്കര സുഖമായിട്ട് അത് വായിക്കാനും ആ നോട്ട് നോക്കാൻ തന്നെ ഭയങ്കര ഒരു ഇഷ്ടമാവും. അതുകൊണ്ടാണ് ഞാൻ ഈ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ടൈം മാറ്റി വെക്കുന്നത്. പിന്നെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ നോട്ട് എഴുതുന്നത്. ആദ്യത്തെ എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും നോട്ട് എഴുത്ത് മാത്രമാണ്, പഠനം നടക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം നല്ല മാറ്റമുണ്ട്. അതായത് ഇപ്പോൾ 2 ദിവസമായിട്ട് കേട്ടോ. കാരണം നമുക്ക് നമ്മളെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ ചായ കുറേ കുടിക്കുന്നുണ്ട്. കാരണം രാവിലെ എണീറ്റതല്ലേ. എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ള ആളായത് കൊണ്ടും ഒരു ചായ ഹോളിക് പേഴ്സൺ ആയതുകൊണ്ടും എനിക്ക് ചായ ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചായ ഇല്ലാത്ത ജീവിതമല്ല എന്നുള്ളത്. എന്തൊക്കെയോ വിളവിള പറയുന്നുണ്ട് വ്ലോഗിൽ. അതും 5 മിനിറ്റ് അല്ലേ, എങ്ങനെയെങ്കിലും 5 മിനിറ്റിൽ വോയിസ് ഓവർ കൊടുക്കണ്ടേ. പൊട്ടത്തരങ്ങൾ കുറേ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമിച്ച് തരിക, വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ഈ വോയിസ് ഞാൻ പിന്നെയും റിപ്പീറ്റ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഒരു 1.5 മണിക്കൂറാണ് പോയി കിട്ടുക. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാനായിട്ട് നിന്നിട്ടില്ല. മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം അത് എക്സാമിനുള്ള ചാപ്റ്ററാണല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പിന്നെ ഫസ്റ്റത്തെ ഒരു 3 ചാപ്റ്റർ എന്തായാലും പഠിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റൊക്കെ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പറച്ചിലൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പാടുപെടുന്നുള്ളത്. പക്ഷേ ഇത് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് പഠിച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കിയാലേ മൊത്തത്തിൽ അങ്ങോട്ട് പ്രശ്നമല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഈ എഴുതുന്നത് ഭയങ്കര സ്പീഡിലിട്ടിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇത്രയും ടൈം ഇരുന്ന് പഠിച്ചല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം വരും കേട്ടോ. ഇതൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ വീണ്ടും ഇരുന്നത് നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഷോർട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 1.2K എങ്കിലും അടിക്കലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അടിക്കുന്നില്ല. എന്താ നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാത്തതെന്ന് എനിക്കറിയണില്ല. ഭയങ്കര സങ്കടമുണ്ട്. കാരണം എൻ്റെ പ്രശ്നം തന്നെയാണ്. അടുപ്പിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലോണം റീച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് മെയിൻ പ്രശ്നം മടി. വീഡിയോസ് എടുത്ത് വെക്കും, എഡിറ്റ് ചെയ്യും. പക്ഷെ വോയിസ് ഓവർ കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനുമാണ് ഭയങ്കര മടി. എല്ലാവർക്കും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ആയിരിക്കും. പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റ്. പിന്നെ വീഡിയോസ് സ്കൂളുള്ള ദിവസമാണെങ്കിൽ വീഡിയോസ് എടുക്കാൻ തീരെ ടൈം കിട്ടില്ല. രാവിലെ എണീറ്റ് പോവുക, പിന്നെ ഒരു 6 മണിയാകുമ്പോൾ തിരിച്ചെത്തുന്നു. പിന്നെ സ്ഥിരം റൊട്ടീൻ തന്നെ ഇങ്ങനെ ജസ്റ്റ് സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനി ഇതേപോലത്തെ സ്റ്റഡി വ്ളോഗ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ വീണ്ടും പറയുകയാണ്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ യൂട്യൂബ് ചാനലിലുള്ള കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് ഞാൻ എനിക്ക് ട്രസ്റ്റ് ഉള്ളവരോട് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരോട് ട്രസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ. പിന്നെ നല്ല ഇങ്ങനെ വാരിക്കോരി കിട്ടും. പിന്നെ അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിന് കഷ്ടപ്പെടണം. അങ്ങനെയും ചിന്തിക്കും. പറഞ്ഞു വന്നത്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമാണ് എനിക്ക് ചാനലുള്ള കാര്യം അറിയുക. അയൽവാസികൾക്ക് പോലും അറിയില്ല. ഇനി ഓർക്കറിയണത് എനിക്കറിയായിട്ടാണോന്നും എനിക്കറിയില്ല. പലതും തിരിഞ്ഞോ? അതാ പറഞ്ഞ തല മൊത്തത്തിൽ കിളിങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ പിന്നെ ഓവറോളായിട്ട് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീണ്ടും അണ്ടർലൈൻ ചെയ്യും.
ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റീഡ് ചെയ്താൽ മതിയാവും. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ഇടാം. ഇനിയും ഇതേപോലത്തെ ലോങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ഇടണോ അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. പക്ഷേ ഇതിനൊക്കെ ഒരു മടി എന്ന് പറഞ്ഞൊരു സാധനം കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. പോരാത്തിന് ഫിസിക്സിൻ്റെ ടീച്ചർ സ്കൂൾ തുറന്ന് ചെല്ലുമ്പോൾ ഒരു അസൈൻമെൻറ്റും കൂടെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ തീർന്നല്ലോ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.